ഹായ് ഗായ്സ്, നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് സ്നേഹ, ഇത് സ്വാതി. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് UK-ലാണ്. UK-ലെ ലീഡ്സിലാണ് ഉള്ളത്. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSc ക്രിമിനോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഞാൻ ഈ ജാനുവരി 2024 വന്നു. ഇവിടെ സെയിം ഇയർ സെപ്റ്റംബർ ഇൻടേക്ക്. കോഴ്സ് ഓൾമോസ്റ്റ് എൻ്റെ കഴിയാറായി. ജാൻ 30 ഡെസർട്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞു. പിന്നെ ഇവളുടെ നെക്സ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേ തീരത്തുള്ളൂ. രണ്ടുപേർക്കും ഇവിടെ പാർട്ട് ടൈം സെറ്റായി. ഡൊമിനോസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ നാട്ടില് പറയുകയാണെങ്കിൽ നാട്ടില് ഞാൻ BA പൊളിറ്റിക്സ് ഓപ്പൺ കോഴ്സ് ആയിട്ട് ചെയ്തത്. അതിന്റെ ഇടയിൽ വർക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആളതവിടെ ചെയ്തത് ജാർഖണ്ഡിലാണ് ചെയ്തത് അവള്. ഞാൻ ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സൈക്കോളജി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഗുജറാത്തിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ദെൻ മഹാരാജസിൽ പൊളിറ്റിക്കൽ സയൻസ് ചെയ്തു. സോ ഞങ്ങളുടെ ബാച്ചിലേഴ്സ് സെയിം ആണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര ഇയേഴ്സായി? 10-13 വർഷമായി ഞങ്ങൾ തമ്മിൽ. ഒരാൾ കയ്യിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് എണ്ണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചത്. 16 കുറഞ്ഞു പോയി ഗൈസ്, 16. ഓക്കെ, 16 വർഷമായിട്ട് ശല്യം കൂടെ ഉണ്ട്. അതിൽ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളൂ. ദെൻ നമ്മൾ സെപ്പറേറ്റ് ആയി. നമ്മൾ വേറെ കോളേജിൽ പോയി ഗൈസ്. അത് തന്നെ. ഞാൻ വേറെ സ്കൂളിൽ, ഇവള് വേറെ സ്കൂളിൽ +1 ചെയ്തു. ദെൻ ഡിഗ്രി ഞാൻ വേറെ എടുത്ത്, ഇവള് വേറെ എടുത്ത്. ഇവിടെയാണ് ഞങ്ങൾ ഒരേ ക്ലാസ്. ഇവിടെ പിന്നെ ഒരേ ബെഞ്ച് എന്ന് പറയാൻ പറ്റില്ല, കാരണം അറിയാലോ ഇവിടെ നമ്മുടെ ബെഞ്ചും ഡെസ്കും ഒന്നും ഇല്ല. പക്ഷെ എന്നാലും അടുത്തടുത്താണ് ഞങ്ങൾ അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇവിടെ നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്താ ഫ്യൂച്ചർ പരിപാടി എന്നുള്ളത്. അത് നമുക്കിങ്ങനെ വഴി അപ്ഡേറ്റ് ചെയ്യാം. എന്തിനാ ഇപ്പോഴേ ഇപ്പൊ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മള്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ പറ്റി പറയാനായിട്ട്. ഇനിയിപ്പോ ഡെയിലി നമ്മളിങ്ങനെ നമ്മള് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ അറിയുമല്ലോ. ഫാമിലിനെയൊക്കെ പറ്റി ഇനി വരുന്ന വീഡിയോസിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് നാട്ടിൽ പോയിട്ട് നമുക്ക് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേ നമ്മുടെ ചാനലിന്റെ പേര് SS Vlogs. SS-ന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, സ്വാതി സ്നേഹ അത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ നല്ല രീതിയിലല്ലേ അറിയാം, ബെറ്റർ അല്ല എന്നുള്ളത് അറിയാം. പക്ഷെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ചെയ്തല്ല നമ്മൾ പഠിക്കുന്നത്. മെയിൻ കാര്യം പറഞ്ഞില്ല, എന്തുകൊണ്ട് യൂട്യൂബ്, അതിനാണല്ലോ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട്. അതായത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറയായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു വ്ളോഗ് നമുക്ക് എടുത്ത് നമുക്കത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് ആക്കാട്ടോ എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു പ്ലാൻ, യൂട്യൂബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും വേഗം ഇങ്ങനെ ഇവിടെ വെച്ചാകുന്ന ഒട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ ട്രാവലിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഇവിടെ വെച്ച് തുടങ്ങിക്കൂടാ എന്നൊരു ദിവസം ഇവളിങ്ങനെ ചോദിച്ചപ്പോ നമ്മളിങ്ങനെ ഓക്കെ എന്നാ പിന്നെ ഒന്ന് തുടങ്ങാന്ന് പറഞ്ഞ ആ ഫസ്റ്റത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അന്ന് ഞങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്, വേഗം പെട്ടെന്ന് ആ ഒരു ഈവനിങ് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോയപ്പോ എടുത്ത് തുടങ്ങിയ വീഡിയോ ആണ് ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വന്ന് ആക്ച്വലി വന്ന് നിൽക്കുന്നത്. നമ്മുടെ ആംഗിൾ ഒന്നും ശരിയല്ല, നമ്മൾ അങ്ങനെ വിചാരിച്ചെടുത്തല്ലേ ജസ്റ്റ് എടുത്ത് തുടങ്ങിയത്. പിന്നെയാണ് അപ്ലോഡ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ച് സെറ്റ് ആയത്. അതുകൊണ്ട് പിന്നെ ഇപ്പോഴും പറയണ എഡിറ്റിംഗ് ക്യാമറ ഒക്കെ ഭയങ്കര ഇതായിരിക്കും, പോകെ എല്ലാം ഓക്കെ ആയി വരും. സോ അത് ചാനലിന്റെ ഒഫീഷ്യൽ എഡിറ്റർ ഇവളാണ് കേട്ടോ. എനിക്കും പഠിക്കണം, അത് ഞാനും ഈ രംഗത്തോട്ട് ഇറങ്ങും. എന്തെങ്കിലും ചെയ്യണമല്ലോ, സോ എഡിറ്റ് ചെയ്ത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അപ്പൊ സ്ഥിരം ഡയലോഗ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലാസ്റ്റ് എന്തായാലും പറയണല്ലോ, മണി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ കേറി കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ സ്വൈപ്പ് അപ്പ് ചെയ്ത് പോവാം. അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക. ബൈ.